എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചോദ്യത്തോടെ നമുക്കിന്ന് തുടങ്ങാം. എന്താണ് സന്തോഷം? എന്താണ് യഥാർത്ഥ സംതൃപ്തി? പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സുഖ സൗകര്യങ്ങളാണ്. AC മുറി, ആഡംബര വാഹനം, ഏറ്റവും പുതിയ ഗാഡ്ജറ്റുകൾ, ഇഷ്ടമുള്ള ഭക്ഷണം, ഇവയെല്ലാം നമുക്ക് സന്തോഷം നൽകുമെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഈ സുഖ സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ സന്തോഷത്തിലേക്കാണോ നയിക്കുന്നത്? അതോ നാം അറിയാതെ നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുകയാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതം ഇന്ന് എത്രമാത്രം സുഖകരമാണ്. വിരൽത്തുമ്പിൽ ലോകം ഒതുങ്ങുന്ന കാലം. വീട്ടിലിരുന്ന് ഇഷ്ടമുള്ളതെന്തും ഓർഡർ ചെയ്യാം. എങ്ങും പോകാതെ ലോകം കാണാം. ഇഷ്ടമുള്ളവരെ എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. എന്നാൽ ഈ സൗകര്യങ്ങൾക്കിടയിലും നമുക്കെന്തോ നഷ്ടപ്പെടുന്നില്ലേ? ഒരുതരം ശൂന്യത നമ്മെ പിന്തുടരുന്നില്ലേ? ഒരു കാലത്ത് മനുഷ്യർ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നു. ആഹാരം തേടി കാടുകളിൽ അലഞ്ഞു. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഗുഹകളിൽ അഭയം തേടി. രോഗങ്ങൾക്കെതിരെ പൊരുതി. അന്ന് സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരുന്നില്ലേ? അവർക്ക് കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. പ്രകൃതിയുമായി അടുപ്പമുണ്ടായിരുന്നു. ചെറിയ നേട്ടങ്ങളിൽ പോലും അവർ ആനന്ദം കണ്ടെത്തി. ആ ജീവിതത്തിൽ സുഖം കുറവായിരുന്നെങ്കിലും ഒരുപക്ഷെ സന്തോഷം കൂടുതലായിരുന്നിരിക്കാം. സുഖസൗകര്യങ്ങൾ നമ്മെ മയക്കുന്നു. ഒരുതരം താൽക്കാലിക ആനന്ദം നൽകുന്നു. എന്നാൽ പതിയെ പതിയെ അത് നമ്മുടെ സംവേദനക്ഷമത നശിപ്പിക്കുന്നു. ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ പോലും ആസ്വദിക്കാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടുന്നു. എല്ലാം എളുപ്പത്തിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ മൂല്യം നാം അറിയുന്നില്ല. കഷ്ടപ്പെട്ട് നേടുന്ന ഒന്നിനാണ് ഏറ്റവും കൂടുതൽ മധുരം. പുതിയ കാർ, പുതിയ ഫോൺ, പുതിയ വീട്, ഇവയെല്ലാം നാം നേടുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. എന്നാൽ എത്ര നാളത്തേക്ക്? ആ സന്തോഷം ഒരു മിനിറ്റോ ഒരു ദിവസമോ ഒരാഴ്ചയോ നീണ്ടു നിൽക്കാം. പിന്നെ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നിർത്തുന്നു. കാരണം നമ്മുടെ തലച്ചോർ പുതിയതിനെ തേടി അലയുകയാണ്. ഈ സുഖ സൗകര്യങ്ങൾ ഒരുതരം അഡിക്ഷൻ പോലെയാണ്. ഒന്നിന് പിന്നാലെ ഒന്നായി നാം തേടിപ്പോകുന്നു. എന്നാൽ യഥാർത്ഥ സംതൃപ്തി മാത്രം ലഭിക്കുന്നില്ല. ഒരു കാലത്ത് വ്യായാമം എന്നത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. നടന്നും ഓടിയും നാം ഊർജ്ജസ്വലരായി. എന്നാൽ ഇന്ന് ലിഫ്റ്റുകളും എലിവേറ്ററുകളും നമ്മെ മടിയന്മാരാക്കി. പിന്നീട് നാം ആരോഗ്യം വീണ്ടെടുക്കാൻ ജിമ്മുകളിലേക്ക് ഓടുന്നു. പണം മുടക്കുന്നു. സൗകര്യങ്ങൾ നമ്മെ രോഗികളാക്കുകയാണ്. പിന്നീട് അതേ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നാം രോഗം മാറ്റാൻ ശ്രമിക്കുന്നു. ഇത് ഒരുതരം വിരോധാഭാസമായി തോന്നുന്നില്ലേ? നമ്മുടെ കുട്ടികളെ നോക്കൂ. അവർക്ക് കളിക്കാൻ കമ്പ്യൂട്ടർ ഗെയിമുകളുണ്ട്. ലോകം കാണാൻ ഇൻ്റർനെറ്റ് ഉണ്ട്. പുറത്തുപോയി കളിക്കേണ്ട കാര്യമില്ല. സുഹൃത്തുക്കളുമായി നേരിട്ട് ഇടപഴകേണ്ടതില്ല. ഈ സൗകര്യങ്ങൾ അവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്നു. പുതിയ വെല്ലുവിളികളെ നേരിടാൻ അവർ പഠിക്കുന്നില്ല. ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും അവരെ തളർത്താൻ സാധ്യതയുണ്ട്. യഥാർത്ഥ സന്തോഷം പങ്കുവയ്ക്കുന്നതിലൂടെയും വെല്ലുവിളികളെ അതിജീവിക്കുന്നതിലൂടെയുമാണ് ലഭിക്കുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇഷ്ടമുള്ളതെന്തും ഓർഡർ ചെയ്യാം. വേഗത്തിൽ ലഭിക്കുന്നു. എന്നാൽ ഭക്ഷണത്തിന്റെ രുചിയോ അതിൻ്റെ മൂല്യമോ നാം അറിയുന്നില്ല. പണ്ടുകാലത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ആഘോഷമായിരുന്നു. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ചിരിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. ഇന്ന് ഓരോരുത്തരും ഓരോ ലോകത്താണ്. സുഖസൗകര്യങ്ങൾ നമ്മെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ്. സന്തോഷം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ആ യാത്രയിൽ നാം നേരിടുന്ന വെല്ലുവിളികളും നാം നേടുന്ന അനുഭവങ്ങളുമാണ് നമ്മുടെ സന്തോഷം. ഒരുപാട് കഷ്ടപ്പെട്ട് മല കയറി മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് എളുപ്പത്തിൽ ലഭിക്കുമ്പോൾ ആ ഭംഗി നഷ്ടപ്പെടും. സുഖസൗകര്യങ്ങൾ ആ യാത്രയുടെ ഭംഗി ഇല്ലാതാക്കുന്നു. അത് നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു എലിവേറ്ററിൽ കൊണ്ടുപോകുന്നത് പോലെയാണ്. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. കാരണം അതിന് പിന്നിൽ നമ്മുടെ കഷ്ടപ്പാടുകളോ അനുഭവങ്ങളോ ഇല്ല. നമ്മുടെ സന്തോഷം പലപ്പോഴും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി അളവറ്റതാണ്. എന്നാൽ സുഖസൗകര്യങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ നാം കൂടുതൽ സ്വാർത്ഥരാകാൻ സാധ്യതയുണ്ട്. സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങിക്കൂടുന്നു. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെയാകുന്നു. ഇത് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു. പുരാതന കാലം മുതൽക്കേ തത്വചിന്തകർ ലളിത ജീവിതത്തെക്കുറിച്ച് വാദിച്ചിരുന്നു. ആവശ്യങ്ങളെ കുറയ്ക്കുക, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക, സുഖസൗകര്യങ്ങളിൽ നിന്ന് ഒരു പരിധി വിട്ട് അകലം പാലിക്കുക. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെയും ചുറ്റുമുള്ള ലോകത്തെയും മനസ്സിലാക്കാൻ കഴിയുക. ലളിതമായ ജീവിതം നയിക്കുന്നവർക്ക് കൂടുതൽ സമാധാനവും സംതൃപ്തിയും ഉള്ളതായി നാം കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് പുറമേയുള്ള കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവരുടെ സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നത്. സുഖസൗകര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നാണോ ഇതിനർത്ഥം? ഒരിക്കലുമല്ല.
സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിനടിമപ്പെടാതിരിക്കുക എന്നതാണ് പ്രധാനം. ജീവിതത്തിൽ ബാലൻസ് കണ്ടെത്തുക, പുതിയ അനുഭവങ്ങൾ തേടുക, വെല്ലുവിളികളെ സ്വീകരിക്കുക, മറ്റുള്ളവരുമായി ബന്ധപ്പെടുക, പ്രകൃതിയോട് അടുത്തിടപഴകുക, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ സന്തോഷം എവിടെയാണെന്ന് ഒരിക്കൽ കൂടി ചിന്തിച്ചു നോക്കൂ. ആഡംബര വസ്തുക്കളിലാണോ അതോ പ്രിയപ്പെട്ടവരുമായുള്ള നിമിഷങ്ങളിലാണോ? പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലാണോ ഒരു നല്ല കാര്യത്തിൽ പങ്കുചേരുന്നതിലാണോ? സുഖസൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതൊരിക്കലും നമ്മുടെ സന്തോഷത്തിന്റെ മാനദണ്ഡമാകരുത്. ഈ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ സുഖസൗകര്യങ്ങൾ ഒരു വശം ചേർന്ന് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടാകും. എന്നാൽ യാത്രയുടെ നിയന്ത്രണം നമ്മുടെ കൈകളിലായിരിക്കണം. സുഖസൗകര്യങ്ങളെ നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ അതിനടിമപ്പെടാതിരിക്കുക. അപ്പോഴാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുക. നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്.